നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ടോപ് 10ലേക്ക് സ്വാഗതം. ആക്ഷേപഹാസ്യ രൂപത്തിൽ അവതരിപ്പിച്ച എത്രയോ പാരഡി ഗാനങ്ങൾ മുമ്പും എത്ര തെരഞ്ഞെടുപ്പുകളിൽ കേരളം കേട്ടതാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വൈറലായ ഒരു പാരഡി ഗാനമാണ് ഇന്ന് രാഷ്ട്രീയ കേരളത്തിലെ പ്രധാന വിവാദം. പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി പാട്ട് വേദനിപ്പിച്ചത് CPM-നെയാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുന്ന CPM-ന് ആ പാരഡി പാട്ടിൽ വേദനിച്ചുവെങ്കിൽ, അസ്വസ്ഥതപ്പെടുത്തിയെങ്കിൽ തിരഞ്ഞെടുപ്പിൽ അത് അവരെ ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ള തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്ന് തുറന്ന് സമ്മതിക്കാൻ മടിയുള്ള സാഹചര്യത്തിൽ. വിശദമായി നോക്കാം ടോപ് 10. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ ഒപ്പിട്ട് ഇന്ത്യയും ഒമാനും. കരാർ ഉഭയകക്ഷി ബന്ധത്തിന് പുതിയ ആത്മവിശ്വാസം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓർഡർ ഓഫ് ഒമാൻ പുരസ്കാരം സുൽത്താൻ ഹൈതം ബിൻ താരിഖ് നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. മോദിയുടെ സന്ദർശനം ആഘോഷമാക്കി ഇന്ത്യൻ പ്രവാസികൾ. സുഖമാണോ? SIR-ൽ സമയപരിധി നീട്ടണമെന്ന കേരളത്തിന്റെ ആവശ്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുഭാവപൂർവ്വം തീരുമാനമെടുക്കണമെന്ന് സുപ്രീം കോടതി. നിവേദനം സമർപ്പിക്കാൻ കേരളത്തിന് നിർദ്ദേശം. സംസ്ഥാനത്തെ എന്യൂമറേഷൻ നടപടികൾ പൂർത്തിയായി. തിരിച്ചുകിട്ടാനുള്ളത് 8% അപേക്ഷ. കരട് പട്ടിക ചൊവ്വാഴ്ച. जो सदस्य के पक्ष में हाँ गए, जो सदस्य विरोध में ना गए, मेरे विचार में निर्णय हाँ वालों के पक्ष में. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമുള്ള VBG റാംജി ബിൽ പാസാക്കി ലോക്സഭ. ബില്ല് പാസാക്കിയത് പ്രതിപക്ഷത്തിന്റെ ശക്തമായ എതിർപ്പ് മറികടന്ന് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടണമെന്ന ആവശ്യം തള്ളി. ബില്ല് സഭയിൽ വലിച്ചുകീറി പ്രതിപക്ഷം. രാജ്യസഭയിൽ ചർച്ച തുടരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഗുരുതര സ്വഭാവമുള്ളതെന്ന് ഹൈക്കോടതി. A. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം കേൾക്കണമെന്ന ജസ്റ്റിസ് A. ബദറുദ്ദീൻ. ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S. ജയശ്രീയുടെ അറസ്റ്റ് തടഞ്ഞ സുപ്രീം കോടതി. വിവാദമായ പാരഡി പാട്ടിൽ പരാതിക്കാരന്റെ മൊഴിയെടുക്കും. പാട്ട് വെബ്സൈറ്റുകളിൽ നിന്ന് പിൻവലിക്കാൻ നീക്കം. സംഘപരിവാറിന്റെ വഴികളിലാണ് CPM സഞ്ചരിക്കുന്നതെന്ന് പ്രതിപക്ഷം. നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നടൻ ദിലീപ്. കോടതിയിൽ പറയാത്ത പല കാര്യങ്ങളും ചാനലുകളിൽ പറഞ്ഞുവെന്നും അടച്ചിട്ട കോടതി മുറിയിലെ വാദങ്ങൾ ചോർത്തിയെന്നും ദിലീപിന് പാസ്പോർട്ട് വിട്ടു നൽകാൻ കോടതി ഉത്തരവ്. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട വീഡിയോ പ്രചരിപ്പിച്ച സംഭവത്തിൽ പ്രതി മാർട്ടിനെതിരെ പോലീസ് കേസ്. പരോൾ നൽകാൻ കൈക്കൂലി വാങ്ങിയെന്ന ആരോപണത്തിൽ ജയിൽ DIG MK വിനോദ് കുമാറിനെതിരെ വിജിലൻസിന്റെ ഗുരുതര കണ്ടെത്തലുകൾ. TP വധക്കേസിലെ പ്രതി കൊടിസുനിയുടെ ബന്ധുവിൽ നിന്നടക്കം കൈക്കൂലി വാങ്ങി. ഗർഭിണിയായ സ്ത്രീയെ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെ SHO മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. അടിയന്തര നടപടിയെടുക്കാൻ DGPക്ക് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനങ്ങൾ അംഗീകരിച്ച് സുപ്രീം കോടതി. സർക്കാർ ചാൻസലർ സമവായത്തിൽ കോടതിക്ക് സന്തോഷമെന്ന് ജസ്റ്റിസ് JB പർദിവാല. വിദ്യാർത്ഥികളുടെ ഭാവിയിലായിരുന്നു ആശങ്കയെന്നും കേസിലെ നിയമവശങ്ങൾ പിന്നീട് പരിഗണിക്കുമെന്നും കോടതി. CPM-ലും വിമർശനം ശക്തം. സംഘപരിവാറും CPM-ഉം തമ്മിലുള്ള ഒത്തുതീർപ്പെന്ന് പ്രതിപക്ഷം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ T20 പരമ്പര പിടിക്കാൻ ഇന്ത്യ നാളെ ഇറങ്ങുന്നു. മത്സരം വൈകിട്ട് 7 മണി മുതൽ അഹമ്മദാബാദിൽ. സഞ്ജു സാംസൺ കളിക്കുമോ എന്ന ആകാംക്ഷയിൽ മലയാളികൾ. ആഷസ് പരമ്പരയിലെ 3-ാം ടെസ്റ്റിലും ഇംഗ്ലണ്ടിന് ബാറ്റിംഗ് തകർച്ച. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ചാമ്പ്യനെ നാളെ അറിയാം. ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് കണ്ണൂർ വാരിയേഴ്സും തൃശൂർ മാജിക് എഫ്സിയും. തിരുവനന്തപുരം നഗരസഭയുടെ തനതു ഫണ്ടിൽ നിന്ന് 200 കോടി രൂപ അടിയന്തരമായി പിൻവലിച്ച് ട്രഷറിയിലേക്ക് അടയ്ക്കണമെന്ന് സർക്കാർ ഉത്തരവ്. തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഫണ്ട് മാറ്റം നടത്തുന്നത് നഗരസഭാ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാനെന്ന് BJP. സ്റ്റോറി ഓഫ് ടുഡേ. പ്രതീക്ഷയുടെ നാളുകൾ ഒരുക്കി പുതുതലമുറ.
ഇന്ത്യയും ഒമാനും തമ്മിൽ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ ഒപ്പുവെച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒമാൻ സന്ദർശനത്തിന്റെ ഭാഗമായാണ് ഇരു രാജ്യങ്ങളും സുപ്രധാന കരാറിൽ ഒപ്പുവെച്ചത്. ഇതോടെ ഇന്ത്യയിൽ നിന്നുള്ള 98% ഉൽപ്പന്നങ്ങൾക്കും ഒമാനിലേക്ക് നികുതിയില്ലാതെ കയറ്റുമതി സാധ്യമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസം നീണ്ടുനിന്ന ഔദ്യോഗിക സന്ദർശനത്തിനിടെയാണ് ഇന്ത്യയും ഒമാനും സുപ്രധാന കരാറിൽ ഒപ്പുവെച്ചത്. പ്രധാനമന്ത്രിയുടെയും ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെയും സാന്നിധ്യത്തിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയലും ഒമാൻ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന വകുപ്പ് മന്ത്രി ഖ്വൈസ് ബിൻ മുഹമ്മദ് അൽ യൂസഫുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. ഇതോടെ ഇന്ത്യയിൽ നിന്നുമുള്ള 98% ഉൽപ്പന്നങ്ങൾക്കും ഒമാനിലേക്ക് നികുതിയില്ലാതെ കയറ്റുമതി സാധ്യമാകും. കഴിഞ്ഞ 2 വർഷത്തിനിടെ ഒമാനിലേക്കുള്ള ഇന്ത്യൻ നിക്ഷേപം 3 ഇരട്ടി വർദ്ധിച്ചുവെന്നാണ് കണക്കുകൾ. തുണിത്തരങ്ങൾ, തുകൽ, പാദരക്ഷകൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, പ്ലാസ്റ്റിക്കുകൾ, ഫർണിച്ചർ, കാർഷിക ഉൽപ്പന്നങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽസ്, മെഡിക്കൽ ഉപകരണങ്ങൾ, ഓട്ടോമൊബൈൽ എന്നീ ഉൽപാദന മേഖലകളിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും കരകൗശല വിദഗ്ധർ, സ്ത്രീകൾ നയിക്കുന്ന സംരംഭങ്ങൾ, MSMEകൾ എന്നിവയെ ശാക്തീകരിക്കാനും ഇന്ത്യ ഒമാൻ സ്വതന്ത്ര വ്യാപാര കരാർ സഹായിക്കുമെന്ന് കേന്ദ്ര സർക്കാർ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. ഒമാനിലെ പ്രധാന സേവന മേഖലകളിൽ ഇന്ത്യൻ കമ്പനികൾക്ക് 100% നേരിട്ടുള്ള വിദേശ നിക്ഷേപം അനുവദിക്കുന്നതിനും കരാർ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ ആയുർവേദ മേഖലയ്ക്കും ഒമാനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറിന്റെ ഗുണഫലങ്ങൾ ലഭിക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെ ഒമാന്റെ പരമോന്നത ബഹുമതി ഓർഡർ ഓഫ് ഒമാൻ പുരസ്കാരം നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖാണ് പുരസ്കാരം സമ്മാനിച്ചത്. അമൃത ന്യൂസ്, മിഡിൽ ഈസ്റ്റ്. ഒമാനിൽ മലയാളത്തിൽ സംസാരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് പ്രധാനമന്ത്രി മലയാളത്തിൽ സംസാരിച്ചത്. സദസ്സിൽ ധാരാളം മലയാളികളുണ്ടെന്ന് പറഞ്ഞ ശേഷമായിരുന്നു സുഖമാണോ എന്ന് പ്രധാനമന്ത്രി ചോദിച്ചത്. മലയാളികൾ മാത്രമല്ല, തമിഴ്, തെലുങ്ക്, കന്നഡ, ഗുജറാത്തി ഭാഷകൾ സംസാരിക്കുന്നവരും ഇവിടെയുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. मुझे लगता है यहाँ बहुत सारे मलयाली भी है. सुखमाणो और सिर्फ मलयालम नहीं, यहां तमिल, तेलुगु, कन्नड़ा और गुजराती बोलने वाले. കേരളത്തിലെ SIR തീയതി നീട്ടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിവേദനം നൽകാൻ സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതി നിർദ്ദേശം. SIRനെതിരായ ഹർജികൾ പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത്. മറുപടി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും നിർദ്ദേശമുണ്ട്. SIRൽ ഈ മാസം 30 വരെ സമയപരിധി നീട്ടണമെന്നായിരുന്നു സർക്കാർ ആവശ്യം. 25 ലക്ഷം പേരുകൾ ഒഴിവാക്കപ്പെട്ടെന്നും സർക്കാർ പറഞ്ഞു. തീയതി നീട്ടുന്നതിൽ തീരുമാനം കമ്മീഷന് വിടണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് അറിയിച്ചതോടെയാണ് അപേക്ഷ നൽകാൻ നിർദ്ദേശിച്ചത്. നിവേദനങ്ങളിൽ അനുഭാവപൂർവ്വം തീരുമാനമെടുക്കാനും കമ്മീഷനോട് കോടതി പറഞ്ഞു. സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ എന്യൂമറേഷൻ നടപടികൾ പൂർത്തിയായി. ആകെ വോട്ടർമാരുടെ 8.1% അപേക്ഷ ഇനി തിരിച്ചു കിട്ടാനുണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ. കേരളത്തിൽ 100% ഡിജിറ്റലൈസേഷൻ പൂർത്തിയായെന്നും അദ്ദേഹം പറഞ്ഞു. അപേക്ഷ നൽകിയവരുടെ പേരുൾപ്പെടുത്തി ഡിസംബർ 23-ന് കരട് പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ വ്യക്തമാക്കി. തിരിച്ചു കിട്ടാത്ത അപേക്ഷകരുടെ പട്ടികയും 23-ന് തന്നെ പ്രത്യേകം പ്രസിദ്ധീകരിക്കും. 24.8 ലക്ഷം പേരുടെ അപേക്ഷ ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മരിച്ചിട്ടുള്ള ആൾക്കാരുടെ കണക്ക് 6.49 ലക്ഷം. പിന്നെ അൺട്രേസബിൾ ആൾക്കാർ കണ്ടെത്താത്ത സാഹചര്യത്തിൽ പിന്നെ ആബ്സെന്റ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ആൾക്കാർ 6.89 ലക്ഷം. പിന്നെ ഷിഫ്റ്റഡ് മാറി താമസിക്കുന്ന ആൾക്കാരുടെ കണക്ക് 8.21 ലക്ഷം. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ്സ് ആയിട്ട് വന്നിട്ടുള്ളവർ 1.34 ലക്ഷം. പിന്നെ അതേഴ്സ് കാറ്റഗറി എന്നറിയപ്പെടുന്നതിൽ 1.86 ലക്ഷമാണ്. ഇത്ര ആൾക്കാരാണ് 24.81 ലക്ഷം അൺകളക്റ്റബിൾസ് ആയി വന്നിട്ടുള്ളത്. കരട് പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം അന്നു മുതൽ 2 മാസം പരാതികൾ ബോധിപ്പിക്കാനുള്ള അവസരമുണ്ട്. കരട് പട്ടികയിൽ പേരില്ലെങ്കിലോ മാറ്റം വരുത്തണമെങ്കിലോ ഓൺലൈനായോ നേരിട്ടോ തിരുത്തലുകൾ വരുത്താം. പിന്നെ 23-ാം തീയതി നമ്മൾ ഡ്രാഫ്റ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഈ ASD ലിസ്റ്റ്, അതായത് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള ലിസ്റ്റ് മോഡിഫൈ ചെയ്യപ്പെടും. കാരണം
കുറേ ആൾക്കാരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുവാണെങ്കിൽ അത് കണ്ടെത്താൻ ഉള്ള ആൾക്കാർ മറ്റേ ലിസ്റ്റിലേക്ക് നമ്മൾ ഡ്രാഫ്റ്റ് ലിസ്റ്റിലേക്ക് കൊണ്ടുപോകും. പിന്നെ ഈ ASD ലിസ്റ്റ്, ആബ്സെൻറ്റ്, ഷിഫ്റ്റഡ്, ഡെഡ് ആയിട്ടുള്ള ലിസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് 23-ാം തീയതി നമ്മൾ പ്രസിദ്ധീകരിക്കും. ഫെബ്രുവരി 21-ന് പുതുക്കിയ പട്ടിക പ്രസിദ്ധീകരിക്കും. അതിനുശേഷവും നോമിനേഷൻ സമർപ്പിക്കുന്ന അവസാന ദിവസം വരെ വേണ്ട തിരുത്തലുകൾ വരുത്താനുള്ള അവസരമുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ മറികടന്ന് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമുള്ള VBG റാംജി തൊഴിലുറപ്പ് ബില്ല് ലോക്സഭ പാസാക്കി. ശബ്ദ വോട്ടോടെയാണ് ബില്ല് പാസാക്കിയത്. സംയുക്ത പാർലമെന്ററി സമിതിക്ക് ബില്ല് വിടണമെന്ന പ്രതിപക്ഷ ആവശ്യം തള്ളിയാണ് സർക്കാർ ബില്ല് പാസാക്കിയത്. അതേസമയം ബില്ല് വലിച്ചുകീറി പ്രതിപക്ഷം പ്രതിഷേധിച്ചു. കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ മേശയുടെ പുറത്ത് കയറിയും പ്രതിഷേധിച്ചു. ബില്ലിൽ രാജ്യസഭയിൽ ചർച്ച നടക്കുകയാണ്. VBG റാംജി തൊഴിലുറപ്പ് ബിൽ പാസാക്കുക എന്നത് BJPയുടെ രാഷ്ട്രീയ തീരുമാനമെന്നത് വ്യക്തമാക്കിക്കൊണ്ടാണ് സഭാ നടപടികൾ മുന്നോട്ടു പോയത്. ബില്ല് പാസാക്കാൻ അനുവദിക്കില്ല എന്ന് പ്രതിപക്ഷം നിലപാടെടുത്തപ്പോൾ പ്രതിപക്ഷ നിലപാടുകളെ നിശിതമായി വിമർശിച്ചുകൊണ്ടാണ് ശബ്ദ വോട്ടോടുകൂടി ബിൽ സഭ കടന്നത്. ബില്ലിലെ ചർച്ചയ്ക്ക് കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ മറുപടി പറയുമ്പോൾ പ്രതിഷേധമുയർത്തിയ പ്രതിപക്ഷം ബില്ല് കീറിയെറിഞ്ഞു. और मैंने कल सभी मान्य सदस्यों को पर्याप्त अवसर, पर्याप्त समय चर्चा के लिए दिया है. भारत के लोकतंत्र के अनुरूप भी नहीं है. माननीय मंत्री നടുത്തളത്തിലിറങ്ങി മഹാത്മാഗാന്ധിയുടെ ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടിയായിരുന്നു പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധിച്ചത്. ബില്ലിന്റെ പേരിനെയും ഉള്ളടക്കത്തെയും ഇന്ന് പുലർച്ചെ വരെ നീണ്ട ചർച്ചയിൽ പ്രതിപക്ഷം ശക്തമായി എതിർത്തു. എന്നാൽ അതിനെല്ലാം വിശദമായ മന്ത്രിയുടെ മറുപടി വന്നു. നിലവിലുള്ള പദ്ധതി കൊണ്ട് മതിയായ തൊഴിൽ നൽകാൻ കഴിയുന്നില്ല. ഗ്രാമങ്ങളുടെ വികസനമായിരുന്നു ഗാന്ധിജിയുടെ ലക്ഷ്യമെന്നും അത് നടപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നും കേന്ദ്ര ഗ്രാമവികസന മന്ത്രി വ്യക്തമാക്കി. മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ നടപ്പിലാക്കാനാണ് പ്രധാനമന്ത്രി ശ്രമിക്കുന്നത് എന്നും തങ്ങളുടെ ഹൃദയത്തിലാണ് गांधी उल्लदेन्नुम मंत्री കൂട്ടിച്ചേർത്തു. पूज्य बापू के चरणों में प्रणाम करना चाहता हूं. बापू हमारी श्रद्धा है, बापू जी हमारे आदर्श है, बापू हमारी प्रेरणा है, बापू हमारा विश्वास है. രാജ്യസഭ കൂടി അംഗീകരിക്കുന്നതോടെ ബില്ലിനെ സംബന്ധിക്കുന്ന അടിസ്ഥാന നടപടിക്രമങ്ങൾ പൂർത്തിയാകും. തൊഴിൽ ദിനങ്ങൾ കൂടുമെങ്കിലും സംസ്ഥാനങ്ങൾക്ക് മേലുള്ള അധിക ഭാരത്തിന്റെ കാര്യത്തിൽ എന്തു നിലപാടുണ്ടാകും എന്നുള്ളതാണ് പ്രധാനം. മാത്രമല്ല, ജോലികൾ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് കേന്ദ്രമാകുമ്പോൾ ഫെഡറൽ സംവിധാനത്തെയും ബാധിക്കുമോ എന്നതും ആശങ്കയാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. തൊഴിലുറപ്പ് പദ്ധതിയിൽ മഹാത്മാഗാന്ധിയുടെ പേരെടുത്ത് മാറ്റിയതിൽ കേന്ദ്ര സർക്കാർ ഒരു മറുപടിയും പറഞ്ഞില്ലെന്ന് NK പ്രേമചന്ദ്രൻ MP. സംസ്ഥാനങ്ങൾ സഹകരിച്ചില്ലെങ്കിൽ 125 ദിവസത്തെ തൊഴിൽ എങ്ങനെയാണ് ഉറപ്പ് നൽകുക എന്നും അദ്ദേഹം ചോദിച്ചു. അതേസമയം വിവാദപരമായ സുപ്രധാന ബില്ലുകൾ അവസാന നിമിഷത്തിലേക്ക് എത്തിക്കുന്നുവെന്നും അദ്ദേഹം വിമർശിച്ചു. ബില്ലുകൾ ബുൾഡോസിംഗ് ചെയ്ത് പാസാക്കിയെടുക്കാനാണ് ശ്രമിക്കുന്നതെന്നും NK പ്രേമചന്ദ്രൻ കുറ്റപ്പെടുത്തി. തികച്ചും ഒരു അൺഡെമോക്രാറ്റിക് ആയിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് മൻരേഗ ബില്ലിനെ കാലഹരണപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ നിയമനിർമ്മാണത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾ, ചർച്ചയിൽ ഉന്നയിച്ച ഒരു ചോദ്യത്തിനും യുക്തിസഹമായ ഒരു മറുപടി മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല, കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ കേരളത്തെ ശ്വാസം മുട്ടിക്കുകയാണെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. 5900 കോടി രൂപയാണ് കുറച്ചിരിക്കുന്നത്. ക്ഷേമ പെൻഷനെ അടക്കം കേന്ദ്ര തീരുമാനം ബാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പുതിയ തീരുമാനം സംസ്ഥാനങ്ങൾക്ക് അധിക ബാധ്യതയുണ്ടാക്കുമെന്നും ധനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഓരോ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് കേന്ദ്രം പുറകോട്ട് മാറുകയാണ്. കേന്ദ്രം സംസ്ഥാനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് കവരുന്ന തരത്തിൽ, പിടിച്ചെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ചെയ്യുകയാണ്. ഗ്രാമീണ പ്രദേശങ്ങളിൽ ആൾക്ക് വരുമാനം കിട്ടുന്ന തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി വല്ലാതെ പരുങ്ങലിലാക്കുന്ന, ഈ നാട്ടിലെ ഉൾപ്പെടെ സാധാരണക്കാരുടെ തൊഴിലും വരുമാനവും ഇല്ലാതാക്കുന്ന അങ്ങേയറ്റത്തെ തെറ്റായ സാമ്പത്തിക നയവുമായിട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് തൊഴിലുറപ്പിൻ്റെ കാര്യം വന്നേക്കുന്നത്. അതൊരു ചെറിയ കാര്യമല്ല. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി ഈ മാസം 30 വരെ നീട്ടി. പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും സമർപ്പിച്ച ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി 30-ാം തീയതി പരിഗണിക്കും. അതേസമയം കട്ടിളപ്പാളി കേസിൽ A. പത്മകുമാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ജാമ്യഹർജി പരിഗണിക്കുന്നത് ജനുവരിയിലേക്ക് മാറ്റി. ദ്വാരപാലക ശില്പക്കേസിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ പത്മകുമാർ സമർപ്പിച്ച ജാമ്യഹർജിയിൽ വിധി പറയുന്നതാണ് 30-ാം തീയതിയിലേക്ക് മാറ്റിയത്.
ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ച ജാമ്യ ഹർജിയും അന്നേ ദിവസം കോടതി പരിഗണിക്കും. റിമാൻഡ് കാലാവധി കഴിഞ്ഞതോടെ പത്മകുമാറിനെ ഇന്ന് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി. ഈ മാസം 30 വരെ വീണ്ടും റിമാൻഡ് ചെയ്തു. കട്ടിളപ്പാള കേസിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷ വിജിലൻസ് കോടതി തള്ളിയതോടെ പത്മകുമാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. പത്മകുമാർ സമർപ്പിച്ച ജാമ്യ ഹർജി ജനുവരിയിലാണ് ഹൈക്കോടതി പരിഗണിക്കുക. തനിക്ക് മാത്രമല്ല ദേവസ്വം ബോർഡിന് കൂട്ടുത്തരവാദിത്തം ഉണ്ടെന്നതാണ് പത്മകുമാറിന്റെ വാദം. എന്നാൽ ദേവസ്വം ബോർഡ് അംഗങ്ങൾ SITക്ക് നൽകിയ മൊഴി പത്മകുമാറിന് എതിരായിരുന്നു. തങ്ങൾ ഒപ്പിട്ട് പൂർത്തിയാക്കിയ മിനിറ്റ്സിലാണ് പത്മകുമാർ ചെമ്പെന്ന് എഴുതി ചേർത്തതെന്നാണ് ദേവസ്വം ബോർഡ് അംഗങ്ങൾ നൽകിയ മൊഴി. കേസിൽ ഇതുവരെയും ഒരു പ്രതികൾക്കും ജാമ്യം അനുവദിച്ചു നൽകിയിട്ടില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും സൂചനയുണ്ട്. അതേസമയം കേസിന്റെ രേഖകൾ ആവശ്യപ്പെട്ട ED സമർപ്പിച്ച ഹർജിയിൽ വിജിലൻസ് കോടതി നാളെ വിധി പറയും. പ്രോസിക്യൂഷന്റെ എതിർപ്പ് കൂടെ പരിഗണിച്ചാകും കോടതി തീരുമാനമെടുക്കുക. അമൃത ന്യൂസ്, കൊല്ലം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S. ജയശ്രീക്ക് താൽക്കാലിക ആശ്വാസം. മുൻകൂർ ജാമ്യാപേക്ഷ അംഗീകരിച്ച് ജയശ്രീയുടെ അറസ്റ്റ് സുപ്രീം കോടതി താൽക്കാലികമായി തടഞ്ഞു. അടുത്ത മാസം 8, 9 തീയതികളിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശം നൽകി. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് അപേക്ഷയിൽ തീരുമാനമെടുത്തത്. ഹർജിയിൽ സംസ്ഥാന സർക്കാരിന് കോടതി നോട്ടീസ് അയച്ചു. ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്താണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. അറ്റകുറ്റപ്പണികൾക്കായി സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ 2019 ഉത്തരവിറക്കിയെന്നാണ് ജയശ്രീയുടെ പേരിലുള്ള ആരോപണം. കേസിലെ 4ാം പ്രതിയാണ് ജയശ്രീ. പാരഡി ഗാനവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ വാക്കുപോര് തുടർന്ന നേതാക്കൾ മന്ത്രി V. ശിവൻകുട്ടിയും VD സതീശനുമാണ് നിലപാടുകളുമായി രംഗത്തെത്തിയത്. അതേസമയം ഗാനമെഴുതിയ JP കുഞ്ഞബ്ദുള്ളയ്ക്ക് നിയമസഹായമടക്കം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വാഗ്ദാനം ചെയ്തു. വരും ദിവസങ്ങളിലും ഗാനവുമായി ബന്ധപ്പെട്ട വിവാദം തുടരാനാണ് സാധ്യത. മന്ത്രി V. ശിവൻകുട്ടിയും പ്രതിപക്ഷ നേതാവ് VD സതീശനുമാണ് വിഷയം ഏറ്റെടുത്ത രംഗത്തെത്തിയത്. ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരു സമൂഹത്തെയോ വ്യക്തിയെയോ വേദനിപ്പിക്കുന്നത് ആവരുത്. ആരാധനാലയങ്ങളെയും ദൈവവിശ്വാസങ്ങളെയും വ്രണപ്പെടുത്തുന്നത് ശരിയല്ലെന്നും അത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേക പരിഗണന സർക്കാർ നൽകുന്നുണ്ട്. ശബരിമല ശാസ്താവിനെയോ ഗണപതിയെയോ ആറ്റുകാൽ ദേവിയെയോ മോശമാക്കുന്ന പാട്ടൊന്നും ഇടതുപക്ഷം ചെയ്തിട്ടില്ലെന്ന നിലപാടായിരുന്നു മന്ത്രി V. ശിവൻകുട്ടിയുടേത്. ഒരു സമൂഹം വിശ്വസിക്കുന്ന ഒരു ദൈവത്തിനെ, മൂർത്തിയെ കളിയാക്കുകയോ ചെയ്യുന്ന നിലയിൽ ആ സമൂഹത്തിന് വേദന ഉണ്ടാകുന്ന രൂപത്തിലുള്ള ഒരു പാരഡി ഗാനം നമുക്കത് അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്ന കാര്യമല്ല. എന്നാൽ കേരളത്തിലുള്ളത് സംഘപരിവാറിന്റെ രീതിയിലുള്ള സർക്കാരാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വിമർശനം. പാരഡി പാട്ടിനെതിരെ കേസെടുക്കുന്നത് പരിഹാസത്തോടെയല്ലാതെ കേരളത്തിലെ ജനങ്ങൾ നോക്കിക്കാണില്ലെന്നും കേരളത്തിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത കാര്യമാണ് ഗാനത്തിനെതിരെ കേസെടുക്കുന്നതെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. സംഘപരിവാറിന്റെ അതേ വഴികളിലൂടെയാണ് CPM സഞ്ചരിക്കുന്നത്. ഇത് കേരളത്തിന് അപമാനകരമായ കാര്യമാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. ഇത് ഞങ്ങൾ പരിഹാസത്തോടെ നോക്കിക്കാണുന്നു. പരിഹാസത്തോടെ ആ പാട്ട് എഴുതിയ ആളെയും അതിന് മ്യൂസിക് കൊടുത്ത ആളെയും അത് പാടിയ ആളെയും എല്ലാം ഐക്യ ജനാധിപത്യ മുന്നണി നിയമപരമായും രാഷ്ട്രീയമായും സംരക്ഷിക്കും. എന്നാൽ പാരഡി ഗാനത്തിന്റെ വരികൾ എഴുതിയ കുഞ്ഞബ്ദുള്ളയുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഫോണിൽ സംസാരിച്ചു. കേസിനെ നേരിടാനുള്ള സഹായങ്ങൾ കോൺഗ്രസ് നൽകും. CPM അഹിഷ്ണുതയുടെ വക്താക്കളായി മാറിയതിന് ഗാനം മികച്ച ഉദാഹരണമായി എന്നും KC വേണുഗോപാൽ പരിഹസിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പോറ്റിയെ കേറ്റിയെ എന്ന തെരഞ്ഞെടുപ്പ് പാരഡി ഗാനത്തിനെതിരെ CPM തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും. പന്തളം ഏരിയ കമ്മിറ്റി അംഗവും പന്തളം രാജകുടുംബാംഗവുമായ പ്രദീപ് വർമ്മയാണ് പരാതി നൽകുക. ഇന്ന് ചേർന്ന CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനം. യോഗത്തിൽ പത്മകുമാറിനെതിരായ നടപടിയും ചർച്ച ചെയ്തു. ഇത് സംബന്ധിച്ച് നാളെ ചേരുന്ന ജില്ലാ കമ്മിറ്റിയിൽ അംഗങ്ങളുടെ അഭിപ്രായം തേടും. അഭിപ്രായങ്ങൾ സംസ്ഥാന കമ്മിറ്റിയെ അറിയിക്കും. വിഷയത്തിൽ സംസ്ഥാന കമ്മിറ്റി അന്തിമ തീരുമാനമെടുക്കും. ദിലീപിന് പാസ്പോർട്ട് വിട്ടുകൊടുക്കാൻ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉത്തരവിട്ടു. പുതിയ സിനിമയുടെ പ്രമോഷനായി വിദേശത്തേക്ക് പോകാൻ പാസ്പോർട്ട് വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട് ദിലീപ് സമർപ്പിച്ച അപേക്ഷ പരിഗണിച്ചാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ്. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ ഹർജിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെയും ദിലീപ് കോടതിയിൽ പരാതി ഉന്നയിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ കോടതിയിൽ ദിലീപ് പരാതി ഉയർത്തി. കേസിന്റെ വിചാരണവേളയിൽ കോടതിയിൽ പറയാത്ത പലതും ചാനലുകളിൽ പറഞ്ഞുവെന്ന് ദിലീപ് ആരോപിച്ചു. കേസിന്റെ വിചാരണയുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ സംപ്രേഷണം ചെയ്ത മാധ്യമങ്ങൾക്കെതിരെ 8ാം പ്രതിയായിരുന്ന ദിലീപ് നൽകിയ ഹർജികളാണ് കോടതിയുടെ പരിഗണനയിൽ വന്നത്. അടച്ചിട്ട കോടതി മുറിയിലെ വാദങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയെന്നും ബാലചന്ദ്രകുമാർ പോലീസിന് മൊഴി നൽകുന്നതിന് മുമ്പ് ചാനലിന് ഇന്റർവ്യൂ നൽകിയെന്നും
ഇത്തരമൊരു സാക്ഷിയുണ്ടെങ്കിൽ ആദ്യം കോടതിയെ അറിയിക്കുകയായിരുന്നു വേണ്ടതെന്നും ദിലീപ് പറഞ്ഞു. കോടതിയലക്ഷ്യ ഹർജികൾ ജനുവരി 12 പരിഗണിക്കാൻ മാറ്റിവെച്ചു. തന്റെ പുതിയ സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് വിദേശത്തേക്ക് പോകാൻ പാസ്പോർട്ട് വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് ദിലീപ് സമർപ്പിച്ച ഹർജി കോടതി അംഗീകരിച്ചു. കുറ്റവിമുക്തനാക്കപ്പെട്ടതോടെ ജാമ്യവ്യവസ്ഥകൾ അവസാനിച്ചുവെന്ന് ദിലീപിന്റെ അഭിഭാഷകർ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചു. കേസിൽ അപ്പീൽ പോകുന്നുണ്ടെന്നും അതിനാൽ പാസ്പോർട്ട് വിട്ടു നൽകരുതെന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. എന്നാൽ കുറ്റവിമുക്തനാക്കപ്പെട്ടതോടെ ജാമ്യവ്യവസ്ഥകൾ നിലനിൽക്കില്ലെന്ന വാദം അംഗീകരിച്ചാണ് പാസ്പോർട്ട് വിട്ടു നൽകിയത്. നടിയെ ആക്രമിച്ച കേസിൽ പ്രതിപ്പട്ടികയിൽ ചേർത്തതോടെയാണ് ദിലീപിന്റെ പാസ്പോർട്ട് പിടിച്ചുവെച്ചത്. അമൃത ന്യൂസ്, കൊച്ചി. നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിതയ്ക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ നടക്കുന്ന അപവാദ പ്രചരണത്തിൽ കർശന നടപടിയുമായി പോലീസ്. കേസിലെ 2ാം പ്രതി മാർട്ടിൻ അടക്കമുള്ളവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. IT ആക്ട് പ്രകാരം തൃശൂർ സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി. നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിതയ്ക്കെതിരെ തുടർച്ചയായി സാമൂഹിക മാധ്യമങ്ങളിൽ നടക്കുന്ന അപവാദ പ്രചരണത്തിനെതിരെ കർശന നടപടി സ്വീകരിച്ച് മുന്നോട്ടു പോകാനാണ് സർക്കാരിന്റെ തീരുമാനം. കേസുമായി ബന്ധപ്പെട്ട സാമൂഹിക മാധ്യമങ്ങളിലൂടെ ചിലർ നിരന്തരം അപവാദ പ്രചരണം നടത്തിയതോടെ അതിജീവിത കഴിഞ്ഞ ദിവസം നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അതിവേഗ നടപടി. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപകീർത്തി പരാമർശങ്ങൾ അടങ്ങുന്ന വീഡിയോ പ്രചരിപ്പിച്ച നടിയെ ആക്രമിച്ച കേസിലെ 2ാം പ്രതി മാർട്ടിൻ അടക്കമുള്ളവർക്കെതിരെ IT ആക്ട് 67, 72, 75 തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം ജാമ്യമില്ലാ കുറ്റം ചുമത്തിയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ലൈംഗിക അധിക്ഷേപം, അപകീർത്തിപ്പെടുത്തൽ, ഇലക്ട്രോണിക്സ് മാധ്യമങ്ങളിലൂടെയുള്ള അപവാദ പ്രചരണം തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്ക് മേൽ ചുമത്തിയിട്ടുള്ളത്. നമുക്കൊരു പരാതി കിട്ടിയതുകൊണ്ട് നമുക്ക് അത് ബന്ധപ്പെട്ട ഒരു കേസ് തൃശ്ശൂർ സിറ്റിയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഇൻസൾട്ടിങ് മോഡസ്റ്റി ഓഫ് എ വിമൻ, റിവീലിംഗ് ഐഡൻറ്റിറ്റി ഓഫ് ദ വിക്ടിം, അങ്ങനെയുള്ള സെക്ഷൻസ്, അതിൻ്റെ കൂടെ തന്നെ IT ആക്ടുള്ള സെക്ഷൻസ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. തൃശൂർ സൈബർ പോലീസിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി. സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിച്ച വീഡിയോകളും അപവാദ പ്രചരണങ്ങളും ഒഴിവാക്കാൻ അന്വേഷണ സംഘം ഇതിനോടകം തന്നെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അധികൃതർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട അതിജീവിതയും തൃശൂർ റേഞ്ച് DIGക്ക് പരാതി കൈമാറിയ ഇവരുടെ ബന്ധുവും നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 27 വ്യക്തികൾക്കും കേസിൽ പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിൽ നിന്നും അതിജീവിതയെ അപകീർത്തിപ്പെടുത്തുന്ന ലിങ്കുകൾ റിമൂവ് ചെയ്യണമെന്ന് കാട്ടിയാണ് നോട്ടീസ്. അതേസമയം സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്കും അപവാദ പ്രചരണങ്ങൾക്കുമെതിരെ കർശന മുന്നറിയിപ്പ് നൽകുന്നതിന്റെ ഭാഗമായി കേസിനെ അടിസ്ഥാനമാക്കി ശക്തമായ നടപടി സ്വീകരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അമൃത ന്യൂസ്, തൃശൂർ. ടോപ് 10 തുടരുന്നു. വിജിലൻസ് അന്വേഷണം നേരിടുന്ന ജയിൽ DIG വിനോദ് കുമാർ കൈക്കൂലി വാങ്ങിയതിന്റെ കൂടുതൽ തെളിവുകൾ പുറത്ത്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട കൊടിസുനിയുടെ ബന്ധുവിൽ നിന്ന് വിനോദ് കുമാർ കൈക്കൂലി വാങ്ങിയതിന്റെ രേഖകൾ വിജിലൻസിന് ലഭിച്ചു. 8 തടവുകാരുടെ ബന്ധുക്കളിൽ നിന്ന് DIG നേരിട്ട് പണം വാങ്ങിയതിനും തെളിവ്. പരോൾ അനുവദിക്കുന്നതിനും ജയിലിൽ വേണ്ട സുഖസൗകര്യങ്ങൾ ഒരുക്കുന്നതിനു വേണ്ടി തടവുകാരിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്ന ആരോപണത്തിലാണ് ജയിൽ ആസ്ഥാനത്തെ DIG MK വിനോദ് കുമാറിന്റെ പേരിൽ വിജിലൻസ് കേസെടുത്തത്. DIGക്കെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവന്നപ്പോൾ TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടിസുനി ഉൾപ്പെടെയുള്ളവരിൽ നിന്നും കൈക്കൂലി വാങ്ങിയതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഗൂഗിൾ പേ വഴി സുനിയുടെ ബന്ധുക്കളിൽ നിന്ന് കൈക്കൂലി വാങ്ങി. 8 തടവുകാരുടെ ബന്ധുക്കളിൽ നിന്ന് DIG നേരിട്ട് പണം വാങ്ങിയതിന്റെ രേഖകൾ വിജിലൻസിന് ലഭിച്ചു. രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉൾപ്പെടെയുള്ളവയിലെ പ്രതികൾക്ക് ജയിലിൽ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. മയക്കുമരുന്ന് കേസുകളിലെ പ്രതികൾക്കുൾപ്പെടെ ഇത്തരത്തിൽ പണം വാങ്ങി സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയെന്നും കണ്ടെത്തി. തടവുകാർക്ക് അനുകൂല റിപ്പോർട്ടുണ്ടാക്കി പരോൾ അനുവദിച്ചതായും അന്വേഷണത്തിൽ തെളിഞ്ഞു. രഹസ്യ വിവരത്തെ തുടർന്ന് വിജിലൻസ് നടത്തിയ പരിശോധനയിലാണ് രേഖകൾ കണ്ടെത്തിയത്. വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് വിജിലൻസ് മേധാവി സർക്കാരിന് റിപ്പോർട്ട് നൽകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കൊച്ചിയിൽ പോലീസ് മർദ്ദിച്ചുവെന്ന ആരോപണവുമായി യുവതി രംഗത്ത്. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് യുവതി മർദ്ദനത്തിനിരയായത്. ഗർഭിണിയായിരുന്ന സമയത്താണ് മർദ്ദനമേറ്റത്. പോലീസ് യുവതിയുടെ മുഖത്തടിക്കുന്ന CCTV ദൃശ്യം പുറത്തുവന്നു. നോർത്ത് പോലീസ് സ്റ്റേഷൻ CI ആയിരുന്ന പ്രതാപചന്ദ്രനാണ് സ്ത്രീയുടെ മുഖത്തടിച്ചത്. 2024 ജൂൺ 20-നാണ് സംഭവം. യുവതി സ്റ്റേഷൻ ആക്രമിച്ചു എന്നായിരുന്നു പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ്. സംഭവത്തിൽ അടിയന്തര നടപടിയെടുക്കാൻ DGPക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി.
ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനം അംഗീകരിച്ച് സുപ്രീം കോടതി. സർക്കാർ ചാൻസലർ സമവായത്തിൽ കോടതിക്ക് സന്തോഷമെന്ന് ജസ്റ്റിസ് JB പാർദിവാല അധ്യക്ഷനായ ബെഞ്ച്. വിദ്യാർത്ഥികളുടെ ഭാവിയിലായിരുന്നു ആശങ്കയെന്നും കേസിൽ ഉയർന്നുവന്ന നിയമവശങ്ങൾ പിന്നീട് പരിഗണിക്കുമെന്നും കോടതി വ്യക്തമാക്കി. സുപ്രീം കോടതി നിലപാട് കടുപ്പിച്ചതോടെയാണ് സർക്കാരും ഗവർണറും തമ്മിൽ സമവായത്തിലെത്തി ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ VC-മാരെ നിയമിച്ചത്. ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ നിയമനം നടത്തിയ കാര്യം ഗവർണർ സുപ്രീം കോടതിയെ അറിയിച്ചു. യോഗ്യതയുടെ അടിസ്ഥാനത്തിലായിരുന്നു നിയമനമെന്നും ഗവർണർ അറിയിച്ചു. മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലാണ് സമവാക്യമുണ്ടായതെന്ന് അറ്റോർണി ജനറൽ R. വെങ്കിട്ടരമണി കോടതിയിൽ വ്യക്തമാക്കി. സമവായത്തിലെത്തി തർക്കം പരിഹരിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ജസ്റ്റിസ് JB പാർദിവാല പറഞ്ഞു. ശുഭകാര്യങ്ങളുണ്ടായെന്ന് നിരീക്ഷിച്ച കോടതി വിദ്യാർത്ഥികളുടെ ഭാവിയിലായിരുന്നു ആശങ്കയെന്ന് വ്യക്തമാക്കി. വിഷയത്തിൽ കൃത്യമായി ഇടപെട്ട ജസ്റ്റിസ് സുധാൻഷു ധൂലിയ സമിതിക്കും കോടതി നന്ദി അറിയിച്ചു. സ്ഥിരം VC ഇല്ലാതെ സർവകലാശാലകൾക്ക് പ്രവർത്തിക്കാനാകില്ലെന്ന് നിരീക്ഷിച്ച കോടതി ഇത്തരം ചർച്ചകൾ ഭാവിയിലും തുടരണമെന്നും നിർദ്ദേശിച്ചു. അതേസമയം 2 സർവകലാശാലകളിലെ VC-മാരുടെ നിയമനങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേസിൽ ഉയർന്നുവന്ന നിയമപ്രശ്നങ്ങൾ കോടതി തുടർന്നും പരിഗണിക്കുമെന്നും ജസ്റ്റിസ് പാർദിവാല പറഞ്ഞിട്ടുണ്ട്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC-മാരായി സിസ തോമസിനെയും സജി ഗോപിനാഥിനെയുമാണ് ഗവർണർ നിയമിച്ചിരിക്കുന്നത്. നിയമനവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങൾ തുടരുന്നുണ്ടെങ്കിലും നിയമപരമായി താൽക്കാലിക പരിഹാരം കണ്ടത് സർക്കാരിനും ഗവർണർക്കും ആശ്വാസമാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. VC നിയമന വിഷയത്തിൽ ഗവർണറുമായുള്ള സമവായത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെ CPM-നുള്ളിലും മുന്നണിക്കുള്ളിലും വിമർശനം. സുപ്രീം കോടതി വരെ എത്തിയ നിയമ പോരാട്ടത്തിൽ സർക്കാർ കീഴടങ്ങുമ്പോൾ രാഷ്ട്രീയമായി തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലാണ് നേതാക്കൾക്കുള്ളത്. കോടതി അന്ത്യശാസനം നൽകിയതിനാൽ അടിയന്തര തീരുമാനമെടുത്തു എന്ന മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ നേതൃത്വം തൃപ്തരല്ല. മുഖ്യമന്ത്രി ഏകപക്ഷീയമായി എടുത്ത തീരുമാനത്തെ പതിവിന് വിപരീതമായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചോദ്യം ചെയ്ത നടപടിയും ഏറെ രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തോൽവി മറികടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനിരിക്കുമ്പോഴാണ് CPM-നുള്ളിലും ഇടതുമുന്നണിയിലും അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുന്നത്. കേന്ദ്രത്തിന്റെ വിവിധ നിലപാടുകൾക്കെതിരെ കേരളം നടത്തുന്ന നിയമ പോരാട്ടം സുപ്രീം കോടതി വരെ എത്തി നിൽക്കുമ്പോഴാണ് ഗവർണറുടെ വിഷയത്തിൽ മുഖ്യമന്ത്രി സമവായത്തിലെത്തിയത്. VC-മാരുടെ നിയമന കാര്യത്തിൽ സുപ്രീം കോടതി നേരിട്ട് തീരുമാനമെടുക്കുമെന്ന ഘട്ടമെത്തിയപ്പോഴാണ് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയ മുഖ്യമന്ത്രി വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായത്. എന്നാൽ ഈ തീരുമാനം പാർട്ടിയിലോ മുന്നണിയിലോ ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി എടുത്തതിൽ CPM-നുള്ളിലും CPI-ക്കും കടുത്ത വിമർശനമാണുള്ളത്. അതിവേഗത്തിൽ ഗവർണറുമായി ഒത്തുതീർപ്പിലെത്തുമ്പോൾ ഇത്രയും നാൾ നടത്തിയ പോരാട്ടങ്ങൾക്ക് പ്രസക്തി നഷ്ടപ്പെട്ടുവെന്ന് നേതാക്കൾ വിമർശിക്കുന്നു. ഗവർണർ സർക്കാർ അന്തർധാര എന്ന പ്രതിപക്ഷ വിമർശനം കൂടുതൽ കരുത്താർജിക്കുമെന്നും ചൂണ്ടിക്കാട്ടുന്നു. ഇത് രാഷ്ട്രീയമായി ഏറെ തിരിച്ചടിയുണ്ടാകുമെന്ന് CPM വിലയിരുത്തുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി പറയുമ്പോൾ മാത്രമാണ് നേതാക്കൾ ഇതറിഞ്ഞത്. സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിൽ അംഗങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിച്ചു. കോടതിയുടെ അന്ത്യശാസനയുള്ളതിനാൽ അടിയന്തര തീരുമാനമെടുക്കാതെ മറ്റു മാർഗമില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി വിശദീകരിച്ചത്. മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ ചർച്ച അവസാനിച്ചെങ്കിലും നേതാക്കൾക്കിടയിൽ അസ്വാരസ്യം തുടരുകയാണ്. സമാനമായ രീതിയിൽ PM ശ്രീയിലെടുത്ത നിലപാട് ഏറെ കോളിളക്കമുണ്ടാക്കിയതാണെന്ന് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം പതിവിന് വിപരീതമായി മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അംഗങ്ങൾ തയ്യാറായി എന്നത് ഏറെ രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്നു. വരും നാളുകളിൽ ഏറെ തുടർചലനങ്ങൾ ഉണ്ടാക്കാവുന്ന നീക്കമാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. VC നിയമനത്തിലെ ഗവർണർ മുഖ്യമന്ത്രി ഒത്തുതീർപ്പ് പരിഹാസ്യമാണെന്നും സംഘപരിവാറും CPM തമ്മിലുള്ള ഒത്തുതീർപ്പാണിതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഒരു കൂടിയാലോചനയുമില്ലാതെ മുഖ്യമന്ത്രി എടുത്ത തീരുമാനമാണിത്. സർക്കാരിന് അനുകൂലമായ വിധി സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുമെന്ന ഘട്ടത്തിലാണ് ഇത്തരമൊരു തീരുമാനം വന്നതെന്നും സതീശൻ പറഞ്ഞു. ഗവർണറും മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഒത്തുതീർപ്പ് കേരളത്തിലെ ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. കഴിഞ്ഞ എത്രയോ മാസങ്ങളായി ഈ വൈസ് ചാൻസലർ നിയമനത്തിൻ്റെ പേരിൽ ഗവർണർക്കെതിരായി സമരവും യൂണിവേഴ്സിറ്റിയിൽ കലാപവുമാണ് CPM ഉണ്ടാക്കിയത്.